നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. തിരുവോണക്കിങ്ങ് പടിവാതിക്കലെത്തി നിൽക്കുകയാണല്ലേ. എല്ലാവരും ഓണം വൈബിലാണ്. ഷോപ്പിങ്ങും മറ്റുമൊക്കെയായിട്ട് ഭയങ്കര തിരക്കിലാണ് എല്ലാവരും. അതൊക്കെ തകൃതിയായി നടക്കുകയാണ്. ഈ സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ ഓണം വാരാഘോഷത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. തലസ്ഥാന നഗരിയിൽ ഉൾപ്പെടെ ഇനി വരുന്ന ദിവസങ്ങളൊക്കെ ആഘോഷത്തിൻ്റെതാണ്. ഈ ഓണവിശേഷങ്ങളിലൊക്കെ വരാം. അതിനു മുൻപ് പ്രധാന തലക്കെട്ടുകൾ നോക്കാം. ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നതിൽ UDF തീരുമാനം ഇന്ന്. വിട്ടുനിൽക്കണമെന്ന നിലപാടിൽ ഭൂരിപക്ഷം നേതാക്കളും. NSS ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകളുടെ നിലപാടിൽ UDF-ൽ ആശങ്ക. പ്രതിപക്ഷ നേതാവ് ഇന്ന് മാധ്യമങ്ങളെ കാണും. GST നിർണായക യോഗം ഇന്ന്. സ്ലാബുകൾ പുതുക്കി നിശ്ചയിക്കും. നിലവിലെ 4 സ്ലാബുകൾ 2ആക്കി കുറയ്ക്കണമെന്ന് മന്ത്രിതല സമിതിയുടെ ശുപാർശ. സംസ്ഥാനങ്ങൾക്ക് വരുമാന നഷ്ടമുണ്ടാകുമെന്ന ആശങ്കയിൽ കേരളമടക്കമുള്ള പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് പരിശോധിക്കാൻ ഇന്ന് മെഡിക്കൽ ബോർഡ് യോഗം. ശസ്ത്രക്രിയയ്ക്കിടെ നെഞ്ചിൽ ട്യൂബ് കുടുങ്ങിയ സുമയ്യ ഇന്ന് ബോർഡിന് മുന്നിൽ ഹാജരാകും. തുടർ ചികിത്സയിൽ ബോർഡ് തീരുമാനമെടുത്തേക്കും. ആരോപണ വിധേയനായ ഡോക്ടർ രാജീവിനോടും ബോർഡിന് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശം. ഉത്തരേന്ത്യയിൽ മഴക്കെടുതി രൂക്ഷം. പഞ്ചാബിൽ 29 മരണം. ഉത്തർപ്രദേശിൽ 16 പേർക്ക് ജീവൻ നഷ്ടമായി. പഞ്ചാബിലും ഹരിയാനയിലും 6 ലക്ഷം ഹെക്ടറിൽ കൃഷിനാശം. യമുന നദി കരകവിഞ്ഞു. ഡൽഹിയിൽ പ്രളയ മുന്നറിയിപ്പ്. ഒഡീഷയിലും ബംഗാളിലും വരും ദിവസങ്ങളിൽ കനത്ത മഴയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. എറണാകുളം പുത്തൻകുരിശിൽ 2 സ്ത്രീകളും ഒരു കുഞ്ഞും മാത്രമുള്ള കുടുംബത്തിന്റെ വീട് ജപ്തി ചെയ്ത് സ്വകാര്യ ധനകാര്യ സ്ഥാപനം. മുടങ്ങിയ തുക തവണകളായി അടയ്ക്കാമെന്ന് സമ്മതിച്ചില്ലെന്ന് കുടുംബം. ഒറ്റത്തവണയായി പലിശ ഉൾപ്പെടെ 5 ലക്ഷം അടയ്ക്കണമെന്ന് ബാങ്ക്. പാകിസ്ഥാനിലെ ക്വറ്റയിൽ സ്ഫോടനം. 11 മരണം. 30-ലേറെ പേർക്ക് ഗുരുതര പരിക്ക്. ചാവേർ ആക്രമണമെന്ന് സൂചന. ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ UDF-ൽ ഇപ്പോൾ ഒരു ആശയക്കുഴപ്പം തുടരുകയാണ്. വിട്ടുനിൽക്കണമെന്ന നിലപാടിലാണ് ഈ ഭൂരിപക്ഷം നേതാക്കളും. NSS ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകളുടെ നിലപാടിലൊക്കെ ആശങ്കയുണ്ട്. ഒപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് മാധ്യമങ്ങളെയൊക്കെ കാണും. ഈ വാർത്തയുടെ വിവരങ്ങളുമായി രജിത് കുമാർ ചേരുന്നുണ്ട്. രജിത്ത്, ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഈ ആഗോള സംഗമത്തിൽ പങ്കെടുക്കണമെന്നൊരു കാര്യത്തിൽ UDF-ൽ തീരുമാനമുണ്ടാകുമെന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഈ NSS-ൻ്റെയും SNDP-യുടെ ഒക്കെ നിലപാട് ഈ നേതാക്കൾക്കിടയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇന്ന് ഇത് സംബന്ധിച്ചൊരു തീരുമാനം ഉണ്ടാകുമോ? അതുകൊണ്ട് തന്നെ ഇന്നലെ ഇത് സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ പ്രതിപക്ഷ നേതാവ് അടക്കം വ്യക്തമാക്കുകയും ചെയ്തിട്ടില്ല. പക്ഷേ ഈ യോഗത്തിൽ ചേർന്നിരിക്കുന്ന ആളുകളുടെ ഒറ്റക്കെട്ടായ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഇതിനെ എതിർക്കുക എന്നത് തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഇപ്പോൾ ഈ യോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ UDF-ന്റെ യോഗത്തിന്റെ വിശദമായ വിവരങ്ങൾ വ്യക്തമാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രാവിലെ തന്നെ മാധ്യമങ്ങളെ കാണും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF-ന്റെ തീരുമാനം നേരത്തെ തന്നെ ഏറെക്കുറെ വ്യക്തമായിരുന്നതാണ്. ഇതിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തേക്ക് എത്താനും ഒപ്പം തന്നെ ഒരു പക്ഷേ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ ഈ പ്രതിഷേധം അറിയിക്കുക എന്ന ഏത് രീതിയായിരിക്കും ഇവർ സ്വീകരിക്കുക എന്ന കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത വന്നിട്ടില്ല. നിലവിൽ പരിപാടിയോട് പ്രതിഷേധം അറിയിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ കഴിഞ്ഞ ദിവസം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കുന്നതിനായി ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിക്കുന്നതിനായി അവിടേക്ക് ഔദ്യോഗിക വസതിയിലേക്ക് എത്തിയിരുന്നു എങ്കിൽ തന്നെയും അദ്ദേഹത്തെ കാണാൻ കൂട്ടാക്കാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് തന്നെ പ്രതിഷേധം അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഘടകകക്ഷികളൊക്കെയും തന്നെ ഇക്കാര്യത്തിൽ കൂട്ടായ ആലോചനയിലൂടെ ഒരു തീരുമാനത്തിലേക്ക് പോയാൽ മതി, എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷം ഒരു തീരുമാനം എടുത്താൽ മതി എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഉണ്ടായ യോഗത്തിൽ ഒട്ടുമിക്ക കക്ഷികളും ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കണം എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇന്ന് തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ യോഗത്തിന്റെ തീരുമാനം വ്യക്തമാക്കും. എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷം ഇക്കാര്യത്തിലൊരു തീരുമാനത്തിലേക്ക് പോയാൽ മതി എന്ന കാര്യത്തിലാണ് നേതാക്കൾ എത്തി നിൽക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നതിൽ UDF-ന്റെ നിലപാട് ഇന്ന് വ്യക്തമാകും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് മാധ്യമങ്ങളെ കാണും.
രജിത്ത്, മറ്റൊരു വാർത്ത കൂടിയുണ്ട്. ഈ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് പരിശോധിക്കാൻ ഇന്ന് മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നുണ്ടല്ലോ. ഈ ശസ്ത്രക്രിയക്കിടെ നെഞ്ചിൽ ട്യൂബ് കുടുങ്ങിയ സുമയ്യ ഇന്ന് മെഡിക്കൽ ബോർഡിന് മുന്നിൽ ഹാജരാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ തുടർ ചികിത്സ സംബന്ധിച്ചൊക്കെയുള്ള തീരുമാനങ്ങൾ ഈ ഒരു ബോർഡ് യോഗത്തിൽ ഉണ്ടാകാൻ തന്നെയല്ലേ സാധ്യത? തീർച്ചയായും കഴിഞ്ഞ 2023 ഫെബ്രുവരിയിൽ 2020 നടന്ന ശസ്ത്രക്രിയയിലാണ് സുമയ്യയുടെ നെഞ്ചിനുള്ളിൽ ഇട്ട ട്യൂബ് മാറ്റാത്തൊരു സാഹചര്യം ഉണ്ടായത്. ആ നെഞ്ചിനുള്ളിൽ ട്യൂബ് തുടരുകയും അവർക്ക് അസ്വസ്ഥതകൾ ഉണ്ടാവുകയും ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയുമായിരുന്നു. തുടർന്ന് അവർ ചികിത്സ തേടിയെങ്കിലും ഇപ്പോൾ അത് എടുത്തു മാറ്റാൻ കഴിയാത്ത നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ തന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ തുടരുകയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ പരാതിയുമായി രംഗത്തേക്ക് എത്തിയത്. പ്രധാനമായും ഈ ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ള ഡോക്ടർ രാജീവ് കുമാറാണ് ഈ ഓപ്പറേഷൻ നടത്തിയത്. അദ്ദേഹത്തിന്റെ പിഴവാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് സുമയ്യ ആരോപിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നേരത്തെ തന്നെ ഇവർ പോലീസിലടക്കം പരാതി നൽകിയിട്ടുണ്ട്. ആ അന്വേഷണങ്ങളൊക്കെയും പുരോഗമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഒരു മെഡിക്കൽ ബോർഡ് യോഗം, നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിക്കുന്നതിനായി ഒരു മെഡിക്കൽ ബോർഡ് യോഗം രൂപീകരിച്ചിരുന്നു. ആ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കടന്നിരുന്നില്ല. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട സുമയ്യ രംഗത്തേക്ക് എത്തിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ മെഡിക്കൽ ബോർഡിന്റെ യോഗം ചേരുന്നത്. സുമയ്യയുടെ തൈറോയ്ഡ് ശരി രജിത്ത്, തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ ഇന്ന് മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നുണ്ട്. സുമയ്യയുടെ തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ബോർഡ് ഇന്ന് തീരുമാനമെടുക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ഒപ്പം ഈ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ രാജീവിനോടും ബോർഡിന് മുന്നിൽ ഹാജരാകാനാണ് നിർദ്ദേശം. ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു രജിത്ത്. ഉത്തരേന്ത്യയിൽ മഴക്കെടുതി രൂക്ഷമായി തുടരുകയാണ്. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഒഡീഷ സംസ്ഥാനങ്ങളിൽ ജാഗ്രത തുടരുകയാണ്. പഞ്ചാബിൽ മാത്രം മരിച്ചത് 29 ആളുകളാണ്. ഉത്തർപ്രദേശിൽ അതുപോലെ 16 പേർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു. പഞ്ചാബിലും ഒപ്പം ഹരിയാനയിലുമായി 6 ലക്ഷം ഹെക്ടറിലെ കൃഷി നശിച്ചു. ഒപ്പം ഡൽഹിയിൽ പ്രളയ മുന്നറിയിപ്പ് തുടരുകയാണ്. ആശങ്ക വേണ്ടെന്ന് ഡൽഹി മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ജമ്മു കാശ്മീരിൽ ഇന്ന് സ്കൂളുകൾക്കും അവധിയാണ്. കെ പ്രശാന്ത് ഉണ്ട് വിവരങ്ങളുമായി. പ്രശാന്ത്, ഈ ഉത്തരേന്ത്യയിൽ മഴക്കെടുതി രൂക്ഷമായി തുടരുകയാണല്ലോ. ഇപ്പോൾ നിലവിലത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? മായ 2 ദിവസം കൂടി അതിശക്തമായ മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത്. അത് ഡൽഹി, പഞ്ചാബ്, അതുപോലെ തന്നെ ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ഒഡീഷ അടക്കമുള്ള, രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തന്നെയാണ്. നിലവിലുള്ള സാഹചര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തണം എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇതിൽ തന്നെ പ്രളയം സാരമായി ബാധിച്ചത് പഞ്ചാബിനെയും ഒപ്പം തന്നെ ഹരിയാന അടക്കമുള്ള സ്ഥലങ്ങളിൽ തന്നെയാണ്. ആളഭയം പഞ്ചാബിൽ 29 പേരാണ് ഇതുവരെ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 1 മുതൽ ഈ സെപ്റ്റംബർ 1 വരെയുള്ള കാലയളവിൽ, ഒരു മാസക്കാലയളവിൽ മാത്രം മരിച്ചത്. അതുകൊണ്ട് തന്നെ മറ്റ് താഴ്ന്ന പ്രദേശങ്ങൾ കൂടുതലും വെള്ളത്തിലാകുന്ന സാഹചര്യമാണുള്ളത്. ആ പ്രദേശങ്ങളിലേക്ക് കൂടുതൽ രക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഹെക്ടർ കണക്കിന്, ലക്ഷക്കണക്കിന് ഹെക്ടറാണ് ഭൂമി, വലിയ രീതിയിൽ കൃഷി ഭൂമി നശിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ ജനജീവിതത്തെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. കേന്ദ്രത്തോട് കൂടുതൽ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പഞ്ചാബ് സർക്കാർ വ്യക്തമാക്കിയത്. ഇതിനു മുൻപ് ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ അതിഭീകരമായ അവസ്ഥ സംസ്ഥാനത്തുണ്ടെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. സമാനമായ സ്ഥിതി തന്നെയാണ് ഹരിയാനയിലുമുള്ളത്. കൃഷി പൂർണ്ണമായി നശിക്കുന്ന സാഹചര്യം പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡൽഹിയിൽ അതീവ ജാഗ്രത തുടരുകയാണ്. യമുന നദി കരകവിഞ്ഞ് ഒഴുകാനുള്ള സാധ്യത, ഒപ്പം തന്നെ അപകട നിലയ്ക്ക് മുകളിലാണ് ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നദിയോട് ചേർന്നുള്ള ആളുകൾ മാറി താമസിക്കുന്ന നിർദ്ദേശം നൽകുന്ന നിരവധി ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യമല്ല, എല്ലാ സജ്ജീകരണങ്ങളും സജ്ജമാണ് എന്ന് തന്നെയാണ് ഡൽഹി മുഖ്യമന്ത്രി അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ, ഈ മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ, ഇപ്പോൾ ഇന്ന് രാവിലെ മഴ തോർന്നു നിൽക്കുന്നതിൽ ഇന്നലെ രാത്രിയൊക്കെ അതിശക്തമായ മഴയായിരുന്നു പല പ്രദേശങ്ങളിലും, നഗരപ്രദേശങ്ങൾ ഉൾപ്പെടെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വരുന്ന മണിക്കൂറിൽ സമാനമായ രീതിയിൽ തന്നെ അതിശക്തമായ മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഈ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകി. ഉത്തർപ്രദേശിൽ 16 പേർക്കാണ് മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട ജീവൻ നഷ്ടമായത്. മഴയോട് അനുബന്ധിച്ചുള്ള വാഹനാപകടങ്ങളുണ്ട്, ഒപ്പം തന്നെ ഇടിമിന്നലേറ്റുള്ള മരണങ്ങൾ, ഇങ്ങനെ നിരവധിയായ അപകടങ്ങളിലാണ് ഇത്രയധികം ആളുകൾക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഏതായാലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതീവ ജാഗ്രത തുടരുക തന്നെയാണ്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഊർജിതമാക്കിയിട്ടുണ്ട്. കൂടുതൽ സേനാ വിഭാഗങ്ങളെ വേണമെങ്കിൽ അവിടേക്കൊക്കെ തന്നെ വിന്യസിച്ചിട്ടുണ്ട്. ജമ്മു കാശ്മീരിലും ഇപ്പോഴും സമാനമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് സ്കൂളുകൾ അടച്ചിട്ടിരിക്കുന്നത്. ശരി പ്രശാന്ത്, മനസ്സിലാക്കുന്നു. ഉത്തരേന്ത്യയിലടക്കം ജാഗ്രത തുടരുകയാണ്. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ GSTയുടെ നിർണായക യോഗം ഇന്ന് ചേരുന്നുണ്ടല്ലോ. ഈ സ്ലാബുകൾ അടക്കം പുതുക്കി നിശ്ചയിക്കുന്നതിലേക്കായിരിക്കും ഒരു തീരുമാനം ഉണ്ടാവുക. എന്തൊക്കെയാണ് ഈ യോഗത്തിൽ പ്രധാനമായും ഉയർന്നു വരിക?
മായ 2 ദിവസത്തെ GST കൗൺസിൽ യോഗമാണ് ഇന്നിപ്പോൾ രാവിലെ ചേരാൻ പോകുന്നത്. 5%, 12%, 18%, 28%, ഇങ്ങനെ 4 സ്ലാബുകളാണ് GSTയുമായി ബന്ധപ്പെട്ട ഉള്ളത്. ഇതിൽ 5%, 12% മാത്രം തൽക്കാലം, 18% മാത്രം തൽക്കാലം നിലനിർത്തുക എന്ന നിലയിലേക്കായിരിക്കും പോകുന്നത്. അതായത് 2 സ്ലാബുകൾ ഇപ്പോൾ എടുത്തു കളയും എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. അതിൽ മന്ത്രിതല സമിതി അത് സംബന്ധിച്ച ശുപാർശ നേരത്തെ GST കൗൺസിൽ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ നിർണായക ചർച്ചയാണ് ഇന്നും നാളെയുമായി ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്നത്. ഇന്നത്തെ ചർച്ച പൂർത്തിയാകുന്നത് പക്ഷേ നാളെ ഉച്ചയോടുകൂടി തന്നെ ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. ധനമന്ത്രി മാധ്യമങ്ങളെ കാണുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ 2 സ്ലാബ് മാറുന്നതോടുകൂടി തന്നെ വലിയ തരത്തിലുള്ള നികുതി ഭാരം ജനങ്ങൾക്ക് കുറയും എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് തുകലുൽപ്പന്നങ്ങൾ, പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾ, ഒപ്പം തന്നെ ചെറിയ കാറുകൾ, അതോടൊപ്പം തന്നെ ടേം ഇൻഷുറൻസ് അടക്കമുള്ള ഇൻഷുറൻസ് സംവിധാനങ്ങൾ, ഇതിലൊക്കെ തന്നെ വലിയ മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ്. ഇതിൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട നികുതി ഘടന പൂർണ്ണമായും മാറ്റുക എന്ന തലത്തിൽ തന്നെയാണ് കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. അതേസമയം തന്നെ പ്രധാനപ്പെട്ട കാര്യം, ഇത്തരമൊരു നീക്കമുണ്ടാകുമ്പോൾ 8,000 കോടിയോളം രൂപ സംസ്ഥാനങ്ങൾക്ക് നഷ്ടം വരുന്നുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു പരിഗണന ഉണ്ടാകണമെന്ന് തന്നെയാണ് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായും നേരത്തെ പലതരത്തിൽ കിട്ടേണ്ട നികുതികൾ GST വന്നതോടുകൂടി ഇല്ലാതായിട്ടുണ്ട്. അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ പരിഹാര മാർഗങ്ങൾ മുന്നോട്ട് വെച്ചാൽ വേണ്ട രീതിയിൽ പ്രാവർത്തികമായില്ല എന്നുള്ളതാണ് കേരളം ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നിലപാടെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലൊരു ഘടന പരിഷ്കരണം ഉണ്ടാവുകയാണെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന നഷ്ടം പരിഹരിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയായിരിക്കണം ഈ പ്രഖ്യാപനം എന്നുള്ളതാണ് ധനമന്ത്രി ഉൾപ്പെടെ യോഗത്തെ അറിയിച്ചിട്ടുള്ളത്. അക്കാര്യത്തിലൊരു നിർണായക ചർച്ച തന്നെയാണ്. ഇന്ന് ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതുമായ. ശരി, GST നിർണായക യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം ജനങ്ങളുടെ മേൽ നികുതി ഭാരമൊക്കെ കുറയുമോ എന്നുള്ളത് യോഗത്തിന് ശേഷം നമുക്കറിയാം. ഇത് സംബന്ധിച്ച് ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. KK പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. പാകിസ്ഥാനിലെ ക്വറ്റയിൽ രാഷ്ട്രീയ പാർട്ടിയുടെ റാലിക്കിടെയുണ്ടായ സ്ഫോടനത്തിൽ 11 പേരാണ് മരിച്ചത്. 30 പേർക്ക് പരിക്കേറ്റു. ചാവേറാക്രമണമായിരിക്കാമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. റാലിക്ക് എത്തിയവർ പിരിഞ്ഞു തുടങ്ങിയപ്പോൾ പാർക്കിംഗ് ഏരിയയിലാണ് സ്ഫോടനമുണ്ടായത്. ബലൂചിസ്ഥാൻ നാഷണൽ പാർട്ടിയുടെ റാലിയിലാണ് ക്വറ്റയിലെ ഷവാനി സ്റ്റേഡിയത്തിൽ നടന്നത്. പാർട്ടി സ്ഥാപകൻ സർദാർ ആത്തുള്ള മെൻഗലിന്റെ ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ചായിരുന്നു റാലി. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് സൂചന. എറണാകുളം പുത്തൻകുരിശ് മലേക്കുരിശിൽ 2 സ്ത്രീകളും ഒരു കുഞ്ഞും മാത്രമുള്ള കുടുംബത്തിന്റെ വീട് ജപ്തി ചെയ്തു. 2019 5 ലക്ഷം രൂപ വീട്ടുടമയായ സ്വാതി മണപ്പുറം ഫിനാൻസിൽ നിന്ന് വായ്പ എടുത്തിരുന്നു. 3.95 ലക്ഷം തിരിച്ചടച്ചു. പിന്നീട് ഗർഭിണിയായ യുവതിക്ക് ജോലിക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയായി. ഇതോടെ തിരിച്ചടവ് മുടങ്ങുകയായിരുന്നു. പിന്നീട് ജോലിക്ക് പോയി തുടങ്ങിയപ്പോൾ പണം തവണകളായി തിരികെ അടയ്ക്കാമെന്ന് പറഞ്ഞപ്പോൾ ധനകാര്യ സ്ഥാപനം സമ്മതിച്ചില്ലെന്ന് കുടുംബം പറയുന്നു. സ്വാതി ജോലിക്ക് പോയ സമയത്ത് പോലീസിനെയും കൂട്ടി വന്ന് ധനകാര്യ സ്ഥാപനം അധികൃതർ ജപ്തി ചെയ്യുകയായിരുന്നു. സ്വാതിയുടെ പ്രായമായ അമ്മയും 1 വയസ്സുള്ള കുഞ്ഞും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഒറ്റത്തവണയായി പലിശ ഉൾപ്പെടെ 5 ലക്ഷം അടയ്ക്കണമെന്നാണ് ബാങ്കുകാർ ആവശ്യപ്പെടുന്നതെന്ന് കുടുംബം പറയുന്നു. ഓണം അടുത്തതോടെ തൃശ്ശൂരിലെ പൂവിപണിയൊക്കെ പൊടിപൊടിക്കുകയാണ്. ആഘോഷങ്ങളൊക്കെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന ശക്തന്റെ തട്ടകവും ഇപ്പോൾ ഓണം മൂഡിലാണ്. പൂവിളിയും പുലികളിയും കുമ്മാട്ടികളിയും ഒക്കെയായി ഓണത്തെ ആവേശത്തോടെ ഏറ്റെടുക്കുകയാണ് തൃശ്ശൂർ. ആഘോഷങ്ങൾ എന്നും ഹരമാണ് തൃശ്ശൂരിന്. പൂരമായാലും ഓണമായാലും അത് പത്തരമാറ്റോടെ ആഘോഷിക്കും. അത്തം മുതൽ 10 ദിനം പൂക്കളം തീർത്ത ഓണം ആഘോഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും തൃശ്ശൂർക്കാർക്കില്ല. അതുകൊണ്ട് തന്നെ പൂവിപണിയും വർണ്ണാഭമായി മുന്നേറുകയാണ്. വില അല്പം കൂടുതലാണെങ്കിലും ഓണത്തിന്റെ മാറ്റു കുറയ്ക്കാൻ തങ്ങൾ തയ്യാറല്ല എന്നാണ് തൃശ്ശൂർക്കാർ പറയുന്നത്. അതെ, നമ്മളിപ്പോൾ പൂ വാങ്ങാൻ വന്നതാണ്. നമ്മുടെ നാടിനടുത്തൊരു ഓണാഘോഷം നടക്കുന്നുണ്ട്, സ്ത്രീകൾ സംഘടിപ്പിക്കുന്ന. അപ്പോൾ അതിനുവേണ്ടി പൂ വാങ്ങാൻ വന്നതാണ്. കൂടുതൽ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നത് ഓറഞ്ച്, മഞ്ഞയൊക്കെയാണ്. പക്ഷേ കളർഫുള്ളാക്കാൻ വേണ്ടി നമ്മൾ വൈറ്റ് കളറ്, അതുപോലെ തന്നെ നീല കളർ പൂക്കളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ പൂക്കൾക്കും ഡിമാൻഡ് ഉണ്ട്. നാട്ടിലും നഗരത്തിലും പൂവിളികൾ ഉയർന്നതോടെ അതിർത്തികൾ താണ്ടിയാണ് വർണ്ണവിസ്മയങ്ങൾ തീർക്കുന്ന പൂക്കളെത്തുന്നത്. കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നാണ് തൃശ്ശൂരിൽ പൂക്കളെത്തുന്നത്. പാറമേക്കാവ് ക്ഷേത്രത്തിന്റെ മുൻപിൽ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയിലാണ് ഇത്തവണയും പൂവിൽപ്പനയ്ക്ക് പ്രധാന വേദി ഒരുങ്ങിയത്. ഗണേശോത്സവത്തിന്റെ പശ്ചാത്തലത്തിൽ പൂവിന് വില അല്പം ഉയർന്നിട്ടുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ വിലയിടിവുണ്ടാകുമെന്നാണ് വ്യാപാരികളുടെ കണക്കുകൂട്ടൽ. വ്യാപാരം തുടങ്ങുന്ന അന്ന് 2 ദിവസം കഴിഞ്ഞാലാണ് ഗണപതിയോത്സവം വന്നിട്ടുള്ളത്. അതിൻ്റെ വിലക്കയറ്റമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കുറവെന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് കച്ചവടം.
കച്ചവടം വളരെ കുറവാണ്. പൂവിന് നല്ല വിലയുമാണ്. ഈ പ്രാവശ്യം വളരെ മോശമാണ് കച്ചവടം. ഈ മഴയൊക്കെ അല്ല, പിന്നെ ഗണോത്സവം, അപ്പോൾ പൂവിന് നമ്മൾ എടുക്കണോടത്ത് മഴയാണ്. അതിന് ശരിക്കും അങ്ങോട്ട് പൂവിന് എത്തണ പൂവൊക്കെ ഭയങ്കര കേടൊക്കെയാണ് വരുന്നത് മഴ കൊണ്ടിട്ടേ. കിലോഗ്രാമിന് 1000 മുതൽ 120 രൂപ വരെ നിരക്കുള്ള പൂക്കൾ വിപണിയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മുസ്കിൻ വൈറ്റാണ് വിപണിയിലെ രാജാവ്. കിലോഗ്രാമിന് 1000 രൂപയാണ് വില. യഥാക്രമം ചെണ്ടുമല്ലി ഓറഞ്ച് 160, മഞ്ഞ 200, പനീർ റോസ് 300, 350, ചുവന്ന റോസ് 400, മേരിഗോൾഡ് 300, വാടാർമല്ലി 300, ആസ്റ്റർ ബ്ലൂ 400, ആസ്റ്റർ പിങ്ക് 400, അരളി 260 എന്നിങ്ങനെ നീളുകയാണ് പൂവിന്റെ വിലകൾ. ഒപ്പം പൂവിന്റെ 100 രൂപ കിറ്റുകളും വിപണിയിൽ ഹിറ്റാവുകയാണ്. അമൃത ന്യൂസ്, തൃശൂർ. ഓണത്തിന് പുലികളി കേട്ടിട്ടുണ്ടല്ലേ? എന്നാൽ പുലികളിക്കൊപ്പം പ്രാധാന്യമുള്ള മറ്റൊരു കലാരൂപമുണ്ട്. അതാണ് കരടികളി. ഗ്രാമങ്ങളുടെ താളവും ആരവവുമായി കരടികൾ പൂർവികരിൽ നിന്നും കൈമാറി വന്നത് അന്യം നിന്നു പോകാതെ സംരക്ഷിക്കുന്ന ഒരു കരടികളി സംഘമുണ്ട് കൊല്ലം ജില്ലയിൽ. കരടികളിയെ കാത്തിരിക്കുന്ന വീടുകൾ ഇപ്പോൾ ഇല്ലെങ്കിലും സ്കൂളുകളിലും ഓണാഘോഷ വേദികളിലുമാണ് ഈ സംഘം കരടികളി അവതരിപ്പിക്കുന്നത്. തെങ്ങോലയും ബാലമരത്തിന്റെ തടിയിൽ തീർത്ത മുഖമൂടിയും ധരിച്ച് കരടിയും, മുഖത്ത് കറുത്ത ചായം തേച്ച് അമ്പുവില്ലുമായി വേട്ടക്കാരനും നാട്ടുപാട്ടുമായി താളക്കാരും എത്തുന്നതോടെ കരടികളി ആവേശലഹരിയിലാകും. കൈമണിയും കൈത്താളവുമാണ് കരടികളിയുടെ വാദ്യോപകരണം. മനോഹരമായ വായ്ത്താരിയിലൂടെ പാട്ടിനും താളത്തിനുമൊപ്പം കരടിയും വേട്ടക്കാരനും ചുവടുവെക്കും. ഐതിഹ്യം മുതൽ ആനുകാലിക സംഭവങ്ങൾ വരെ കരടികളിപ്പാട്ടിൽ ഉണ്ടാകും. പുതിയ തലമുറയിലെ കുട്ടികളും ഇതിനോടൊപ്പം ചുവടുവെക്കും. പ്രാക്കുളം ഗവൺമെന്റ് LP സ്കൂളിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി കരടികളി അവതരിപ്പിച്ചപ്പോൾ പുതുതലമുറയിലെ കുട്ടികൾക്കും ഇത് ആവേശമായി. പണ്ടുകാലത്ത് ഓണത്തിന് വീടുകളിൽ കയറിയിറങ്ങിയിരുന്ന കരടികളി ഇപ്പോൾ ക്ലബ്ബുകളിലും സ്കൂളുകളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും മാത്രമായി ഒതുങ്ങി. കുളങ്ങര രാഘവനാശാന്റെ നേതൃത്വത്തിലുള്ള അരിനെല്ലൂർ കരടികളി സംഘമാണ് സ്കൂളുകളിൽ കരടികളി അവതരിപ്പിച്ചത്. അറിയാന്മാർക്ക് തമ്പുരാൻ്റെ മുറ്റത്ത് പോലും ചെല്ലാൻ പാടില്ലാതിരുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ ഇന്നത്തെ അയ്യങ്കാളിയെപ്പോലെ തലച്ചോറുള്ള അധസ്ഥിത വർഗത്തിൽപ്പെട്ട ആൾ, തലച്ചോറുള്ളവർ കൂടി ആലോചിച്ച് ഈ ഓണത്തിന് ഏതൊരു വീട്ടിലും ഏതൊരു കാര്യത്തിനും നമുക്ക് ചെന്ന് കയറാം കലയുമായിട്ട്. അപ്പോൾ ഓണം വന്നപ്പോൾ കരടി വേഷം കെട്ടി ഈ ഉള്ളവൻ്റെ മുറ്റത്ത് ചെല്ലാനൊരു സന്ദർഭം ഉണ്ടാക്കിയ കലയാണിത്. പുതുതലമുറയിലെ കുട്ടികളുടെ മനസ്സിൽ കരടികളിയുടെ ആവേശം നിറച്ച് അന്യം പോയിക്കൊണ്ടിരിക്കുന്ന ഈ തനത് കലാരൂപത്തെ നാളേക്ക് വേണ്ടിയും നിലനിർത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ഈ കരടികളി സംഘം. അമൃത ന്യൂസ്, കൊല്ലം. ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെയൊക്കെ ഒരു ആശങ്കയ്ക്കിടയിലാണ് ഈ ഓണാഘോഷങ്ങളൊക്കെ നടക്കുന്നത്. എന്നാൽ ഈ ആഘോഷത്തിൻ്റെ പൊലിമ കുറയ്ക്കാതെ ഓണപ്പൂക്കളത്തിലൂടെ അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ബോധവൽക്കരണത്തിലാണ് മലപ്പുറം തവനൂരിലെ ആരോഗ്യ പ്രവർത്തകർ. പൊന്നോണത്തെ വരവേൽക്കാനായി പൂക്കടമൊരുക്കുന്ന തിരക്കിലാണ് നാടും നഗരവും. ഇതിനിടയിൽ ഓണപ്പൂക്കളത്തിലൂടെ അമീബിക് മസ്തിഷ്ക രോഗത്തിനെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങളിലാണ് തവനൂരിലെ ആരോഗ്യ പ്രവർത്തകർ. തവനൂർ ഗ്രാമപഞ്ചായത്തിലെ കൂരട ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ ഒരുക്കിയ പൂക്കളത്തിലാണ് ബോധവൽക്കരണ സന്ദേശം തെളിഞ്ഞത്. അമീബിക് മസ്തിഷ്ക രോഗം പകരുന്നത് എങ്ങനെയെന്നും വെള്ളം സുരക്ഷിതമാകേണ്ടതിന്റെ ആവശ്യകതയും പൂക്കളത്തിൽ പറയുന്നു. ജലമാണ് ജീവൻ എന്ന സന്ദേശമുയർത്തിയ പൂക്കളത്തിന്റെ രൂപരേഖ തയ്യാറാക്കിയത് ഹെൽത്ത് ഇൻസ്പെക്ടറായ രാജേഷ് പ്രശാന്തിയിലാണ്. തവനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TV ശിവദാസ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ A ജുൽന എന്നിവരുടെ നേതൃത്വത്തിലാണ് പൂക്കളം ഒരുക്കിയത്. ഈ ഓണാഘോഷം പോലും നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ആ മഹാമാരിക്ക് അതിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനമാണ് ഇന്ന് നടത്തിയിട്ടുള്ളത്. മലപ്പുറം ഉൾപ്പെടെയുള്ള വിവിധ ജില്ലകളിൽ അമീബിക് മസ്തിഷ്ക ജ്വരം വലിയ ആശങ്ക സൃഷ്ടിച്ചതോടെ തീവ്ര പ്രതിരോധ പ്രവർത്തനത്തിലാണ് ആരോഗ്യവകുപ്പ്. ഈ സാഹചര്യത്തിലാണ് ഓണാഘോഷവും രോഗപ്രതിരോധ പ്രവർത്തനത്തിനുള്ള മാർഗമാക്കിയത്. അമൃത ന്യൂസ്, മലപ്പുറം. ഇനി നമുക്ക് റീൽസിലൂടെ വൈറലായ കോഴിക്കോട് ചേമഞ്ചേരിയിലെ അഭയം സ്പെഷ്യൽ സ്കൂളിലെ മിടുക്കരെ പരിചയപ്പെടാം. അധ്യാപിക നിഷ ശിവദാസ് ആണ് കുട്ടികളെ സോഷ്യൽ മീഡിയയിലെ താരങ്ങളാക്കിയത്. ആരാ മനസ്സിലായില്ല? കാർത്തുമ്പി. ആരും കാറ് തുപ്പിയൊന്നുമില്ല. എന്റെ പേരാ ഞാൻ പറഞ്ഞത്, കാർത്തുമ്പിന്ന്. നിന്റെ പേര് ഊരുവെന്ന് എനിക്കറിയണ്ട. എന്തിനാ വണ്ടി കയറിയിരിക്കുന്നതാ ചോദിച്ചേ? എന്നോട് കേറിയിരുന്നോളം പറഞ്ഞു. ആരെ? ഒരു കിളവൻ. അങ്ങനെ ഒരു കിളവൻ പറഞ്ഞാൽ കയറിയിരിക്കാനുള്ള വണ്ടിയൊന്നുമില്ല. ഇങ്ങോട്ട് ഇറങ്ങ വേണ്ടേ? നമ്മളിപ്പോഴുള്ളത് കോഴിക്കോട് ജില്ലയിലെ ചേമഞ്ചേരി അഭയം സ്പെഷ്യൽ സ്കൂളിലാണ്. നമ്മളൊരു സ്പെഷ്യൽ ഓണാഘോഷത്തിലാണ്. റീൽസിലൂടെയാണ് ഈ കുട്ടികളെ എനിക്ക് പരിചയം. വൈറലായ ഒരുപാട് റീൽസ് ഉണ്ട്. തേന്മാവിൻ കൊമ്പത്ത്, ഹിറ്റ്ലർ. നമ്മളെങ്ങനെയാണ് ഈ കുട്ടികളെ വെച്ച് റീൽസ് ചെയ്യുന്നത്? നമ്മുടെ ഭിന്നശേഷിക്കാരായ മക്കൾക്കും
ഒരുപാട് കഴിവുകളുണ്ട്. അത് ഈ ലോകത്തോടൊന്ന് കാണിച്ചത് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഞാൻ തന്നെ മുന്നിട്ട് ഇറങ്ങിയിട്ട് സമൂഹത്തിനൊന്ന് കാണിച്ചു കൊടുക്കാമല്ലോ, അങ്ങനെയാണ് റീലിലേക്ക് തിരിയുന്നത്. ഈ കുട്ടികളെ വെച്ച് റീൽസ് ചെയ്യുന്ന സമയത്തുള്ള ഒരു വെല്ലുവിളികളുണ്ടല്ലോ, എങ്ങനെയാണ് ട്രെയിൻ ചെയ്യിക്കുന്നത്? അതിപ്പോൾ ഞാനിപ്പോൾ കുട്ടികൾക്കായിട്ട് റീൽസ് തപ്പിയെടുക്കുക ചെയ്യാം. അപ്പം പറ്റുന്നത് എടുത്ത് സെലക്ട് ചെയ്തിട്ട് പിന്നെ കുട്ടികളെ ക്ലാസ്സിൽ സെൻറ്റൻസ് പഠിപ്പിക്കുക ചെയ്യാം. ആ ലിപ്പ് മൂവ്മെൻറ്റിന് കറക്റ്റായിട്ട് അത് എപ്പോഴാണോ അത് കറക്റ്റായിട്ട് കിട്ടി വരുന്നത് ആ സമയത്ത് കുട്ടികളെ വെച്ചിട്ട് അത് എടുക്കുക ചെയ്യാം. പിന്നെ അവരെ കോൺസെൻട്രേഷൻ അതെല്ലാം ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. കുട്ടികളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തില്ല. പ്രധാനപ്പെട്ട നമ്മളെ ഹിറ്റ്ലർ ആണെന്ന് തോന്നുന്നു. ഹിറ്റ്ലർ. എന്താ പേരെന്താ? ഋഷികേശ് PP. ഋഷികേശ്, റീൽസ് ചെയ്യാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. എത്ര റീൽസ് ചെയ്തിപ്പം? പിന്നെ നമ്മളെ തേന്മാവിൻ കുമ്പത്തിലെ ഷെമിനയുടെ വീട് എവിടെയാണ്? പാവങ്ങാട്. റീൽസ് ചെയ്യാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. എത്ര റീൽസ് ചെയ്തു? ചെയ്തു. ടീച്ചറാണോ പഠിപ്പിക്കുക? ടീച്ചറാണ് പഠിപ്പിക്കുന്നത്. വൈറലാവുന്ന സമയത്ത് എന്താണ് രക്ഷിതാക്കളും ഇവരൊക്കെ പറയുന്നത്? ഒരുപാട് സന്തോഷം, എല്ലാവർക്കും ഒരുപാട് സന്തോഷം. നമ്മൾ ഒരൊറ്റ ദിവസം കൊണ്ട് നമ്മളെ മക്കളെല്ലാവരും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചില്ലേ. ഇതുവരെ അങ്ങനെ ഉണ്ടായില്ല. ഇവർക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ട് എന്നുള്ളത് സമൂഹത്തിന് കാണിക്കണം, ഞങ്ങൾക്ക് അഭിനയം വശമുണ്ടെന്നുള്ള കാണിക്കുന്ന ഒരാഗ്രഹം. ഏതായാലും റീൽസിലൂടെ അഭയം സ്പെഷ്യൽ സ്കൂളിലെ ഈ താരങ്ങൾക്ക് കൂടുതൽ തിളങ്ങാനാകട്ടെ. ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. ഈ പൊന്നോണത്തിന് നിങ്ങൾ ആഗ്രഹിച്ച പോലെ അണിഞ്ഞൊരുങ്ങാൻ വസ്ത്രങ്ങളുടെ ഏറ്റവും വലിയ ശേഖരമാണ് ശോഭിക വെഡ്ഡിംഗ് സെന്റർ 6 ബ്രാഞ്ചുകളിലായി ഒരുക്കിയിട്ടുള്ളത്. ഓണാഘോഷങ്ങൾക്ക് മോടി കൂട്ടാൻ എല്ലാ ജനറേഷനിലുമുള്ളവർക്കും അനുയോജ്യമായ പല നിറങ്ങളിലുള്ള വിവിധ തരത്തിലുള്ള സ്റ്റൈലിംഗ് ഡ്രസ്സുകൾ വലിയ വിലക്കുറവിൽ ശോഭികയിൽ നിന്നും സ്വന്തമാക്കാം. വെറും 298 രൂപ മുതൽ തുടങ്ങുന്ന സാരികൾ, 398 രൂപ മുതൽ ഫ്ലോറൽ സാരികൾ, 250 രൂപ മുതൽ ധോത്തികൾ, അങ്ങനെ തുടങ്ങി ഓണക്കാലത്ത് ആരെയും ആകർഷിക്കുന്ന ഓഫറുകളാണ് ശോഭിക വെഡ്ഡിംഗ് സെന്റർ ഇത്തവണയും നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഉപഭോക്താക്കളും സന്തുഷ്ടരാണ്. ഞാൻ ഇന്നലെ ഈ 2 ഡ്രസ്സും ഇന്നലെ വാങ്ങിയതാണ്. നല്ല ഗുഡ് ക്വാളിറ്റിയാണുള്ളത്. അപ്പോൾ ഇന്ന് വീണ്ടും അതിന് മറ്റു ആളുകൾക്ക് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി എത്തിയതാണ്. ഞങ്ങളൊരു ടീമിന് വേണ്ടി ഒരു ഡ്രസ് കോഡായിട്ട് എടുത്തിരിക്കുക. ഇത് അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ സാധനം കൂടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ശോഭിക തന്നെ വന്നിരിക്കും. എങ്ങനെയുണ്ട് പ്രൈസൊക്കെ? എങ്ങനെയുണ്ട്? പ്രൈസ് ഇതാണ്, കോമ്പറ്റീറ്റീവ് ആണ്, കുഴപ്പമില്ല. ദാവണി, സ്കേർട്ട് ആൻഡ് ടോപ്പ്, യൂണിഫോം സാരികൾ, മെൻസ് വെയർ, ട്രഡീഷണൽ വെയർ, പ്രിന്റഡ് ധോത്തീസ് എന്നിവയുടെ വൈവിധ്യമാർന്ന കളക്ഷനുകളാണ് ശോഭികയിലുള്ളത്. ഓണം അടുത്തെത്തിയതോടെ മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ സ്വന്തമാക്കാനുള്ള തിരക്കും ഏറിക്കഴിഞ്ഞു. ഞാൻ അമ്മയ്ക്ക്, എനിക്ക്, അനിയത്തിക്ക് എല്ലാവരും കൂടി എടുക്കാൻ വന്നതാണ്. മോനുള്ളതും എല്ലായിടത്തും എടുത്തു. അപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. അഫോർഡബിൾ ആണ്. ചുരിദാറിൽ അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഉപഭോക്താക്കൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്ത് നൽകാനും അതിമനോഹരമായ സാരികൾ, ദാവണികൾ, ചുരിദാറുകൾ എന്നിവ തയ്യാറാക്കാനും ശോഭികയുടെ 6 ബ്രാഞ്ചുകളും ഒരുങ്ങിയിട്ടുണ്ട്. ഉത്സവാഘോഷങ്ങൾക്ക് സമ്പൂർണ്ണത കൈവരിക്കാൻ ഏറ്റവും നല്ല ലേറ്റസ്റ്റ് കളക്ഷൻസ് അഫോർഡബിൾ പ്രൈസിൽ കസ്റ്റമേഴ്സിന് എത്തിക്കുകയാണ് ശോഭിക. സ്ത്രീകൾ, പുരുഷന്മാർ, കുട്ടികൾ തുടങ്ങി ഒരു കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ട എല്ലാവിധ വസ്ത്രശേഖരങ്ങളും ശോഭികയിൽ ലഭ്യമാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്. KCLൽ വിജയം തുടർന്ന് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. കഴിഞ്ഞ ദിവസത്തെ ആദ്യ മത്സരത്തിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ 3 വിക്കറ്റിനാണ് കൊച്ചി പരാജയപ്പെടുത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത കാലിക്കറ്റ് 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 165 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ കൊച്ചി അവസാന ഓവറിൽ ലക്ഷ്യത്തിലെത്തുകയായിരുന്നു. രണ്ടാം മത്സരത്തിൽ ട്രിവാൻഡ്രം റോയൽസിന് ആശ്വാസ ജയം. തൃശൂർ ടൈറ്റൻസിനെ 17 റൺസിനാണ് തോൽപ്പിച്ചത്. 9 മത്സരങ്ങളിൽ ട്രിവാൻഡ്രത്തിന്റെ 2ാം ജയമാണ് ഇത്. ഇന്നത്തെ ആദ്യ മത്സരത്തിൽ ട്രിവാൻഡ്രം റോയൽസ് ആലപ്പി റിപ്പിൾസിനെ നേരിടും. രണ്ടാം മത്സരത്തിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെയും നേരിടും. ഇതോടെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.